ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ ഒരു ട്രയൽ ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ട്രയൽ ബാലൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കാരണം നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ശരിയാണോ എന്നറിയാൻ വേണ്ടി വരച്ച ട്രയൽ ബാലൻസ് ആണ്. അതുപോലത്തെ ഒരു ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഇവിടെ ഐറ്റംസ് ഒക്കെ എഴുതി. ഇതിൻ്റെ ടോട്ടൽ ഈക്വൽ ആണ് 69,000. ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ എപ്പോഴും ഈക്വൽ ആയിരിക്കുമല്ലോ, നമുക്കറിയാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ ട്രയൽ ബാലൻസിന് പുറത്ത് എഴുതിയ കാര്യമാണിത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് ഓൺ 31st December 20 ഈസ് ₹15,000. 31/12/20 ഉള്ള നമ്മളുടെ സ്റ്റോക്ക് 15,000 അതാണ് അതിനർത്ഥം. അപ്പോൾ ഈ 31/12 എന്ന് പറയുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ആണ്. അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമുള്ള അതിനെ നമ്മൾ വിളിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കും. ബ്രാക്കറ്റിൽ അതിനോട് കൊടുത്തിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ഇവിടെ ഇത് ഇല്ലെങ്കിലും ശരി, 31/12 എന്ന് പറഞ്ഞാൽ അവസാനം വർഷാവസാനമൊക്കെ തരുന്ന സ്റ്റോക്കാണിത്. അപ്പോൾ അതെന്തായാലും എന്തായിരിക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കണം. ഈ ട്രയൽ ബാലൻസും അതോടൊപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന കാര്യവും ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ ബാലൻസ് തയ്യാറാക്കണം. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കണം. ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. എന്തൊക്കെയായിരുന്നു ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അടുത്തത് ബാലൻസ് ഷീറ്റും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ്. ഇതായിരിക്കും നിങ്ങളുടെ എസ്എ ക്വസ്റ്റ്യൻ എക്സാമിന്. അപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും കുറഞ്ഞത്. ഇത് പഠിച്ചാൽ തന്നെ 10 മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റും ഐറ്റംസും ഓർമ്മയുണ്ടായിരിക്കണം. ബാലൻസ് ഷീറ്റിൽ വരുന്നത് ഓർമ്മയുണ്ടായിരിക്കണം. ഇപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനിത് ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് തരുന്ന കാര്യത്തിനാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണിത്. അത് ഇപ്പോൾ ഒരു പ്രത്യേക ഡേറ്റിന് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, ഇവിടെ 31/12. അതിന് ശേഷം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ചില കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഇതിന് പുറത്ത് തരുന്നത്. ഇപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരാറ്, 95%. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇനി 2-3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. 4-5 അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ ഇപ്രാവശ്യം. സാധാരണ 13 അഡ്ജസ്റ്റ്മെൻറ്റ്സോളം പഠിക്കാനുണ്ട്, പക്ഷെ ഇപ്രാവശ്യം നമുക്ക് 4-5 അഡ്ജസ്റ്റ്മെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെയാണ് വരിക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് നിങ്ങൾ എഴുതിയത്? എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. ഓർമ്മയില്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ എഴുതി. ഇവിടെ 2 ഐറ്റം എഴുതിയിട്ടുള്ളൂ, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നാമത് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. പിന്നെ ഒരു പ്രത്യേകത, അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്നിരിക്കുന്ന ഏത് കാര്യവും മിനിമം 2 അക്കൗണ്ടിൽ വരും. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഏത് കാര്യവും പ്രത്യേക നോട്ട് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്ന ഏത് കാര്യവും മിനിമം 2 അക്കൗണ്ടിലെങ്കിലും ഉണ്ടായിരിക്കും. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ 2 ചിലപ്പം ബാലൻസ് ഷീറ്റിലായിരിക്കും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലെ കാര്യം 2 അക്കൗണ്ടിലുണ്ടാവും. ചിലപ്പോൾ എന്തായിരിക്കും, ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ആയിരിക്കും. അല്ലെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ആയിരിക്കും. ഇങ്ങനെ മിനിമം 2 അക്കൗണ്ടിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറന്നു പോകരുത്, അഡ്ജസ്റ്റ്മെൻറ്റിലെ കാര്യങ്ങൾ 2 അക്കൗണ്ടിൽ എഴുതാൻ മറന്നു പോകരുത്. ഏത് അക്കൗണ്ടാണെന്ന് നമുക്ക് ഐറ്റം നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റൂ. ചിലപ്പോൾ ട്രേഡിങ്ങും ബാലൻസ് ഷീറ്റും ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റും ബാലൻസ് ഷീറ്റും ആയിരിക്കും. ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആയിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. 2 അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിൽ ഒന്ന് ബാലൻസ് ഷീറ്റാണ് ഷുവറായിട്ട്. രണ്ടാമത്തത് ഒന്നുകിൽ ട്രേഡിംഗ് ആകാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകാം. ഓക്കെ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ
രണ്ട് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. ഏതൊക്കെ അക്കൗണ്ടിലായിരിക്കും? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കും രണ്ട് അക്കൗണ്ടിലുണ്ടാവും. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ട്രേഡിങ്ങിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഇവിടെ എഴുതും അല്ലേ, സെയിൽസ് കഴിഞ്ഞിട്ട് അടുത്ത് എഴുതും. പിന്നെയോ രണ്ടാമത്തത് ബാലൻസ് ഷീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലെ ഒരു അസറ്റാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ബാലൻസ് ഷീറ്റിലെ ഒരു അസറ്റാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അസറ്റ് സൈഡിൽ നിങ്ങൾക്ക് എഴുതിയത് ഓർമ്മയുണ്ടോ? ഡെറ്റേഴ്സ്, സ്റ്റോക്ക് എന്നെഴുതിയില്ലേ, അതിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കാണത്. അപ്പോൾ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഞാനിവിടെ നിങ്ങളെ പഠിപ്പിച്ചത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ, ഒരു വർഷത്തിൻ്റെ അവസാനമുള്ള നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അത് രണ്ട് അക്കൗണ്ടിലുണ്ടായിരിക്കും, മിനിമം രണ്ട് അക്കൗണ്ടിലുണ്ടായിരിക്കും. ഒന്നാമത്തത് ട്രേഡിംഗ് അക്കൗണ്ടിലും ക്രെഡിറ്റ് സൈഡിൽ, ഒന്നാമത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റായിട്ട് ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ 15,000 കാണിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, കുറേ ആളുകൾ നല്ല രീതിയിൽ പ്രോബ്ലം ചെയ്ത് അയക്കുന്നുണ്ട്. അവർക്ക് ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ആളുകൾ അയക്കുന്നില്ല. അപ്പോൾ അവരെ പുറകിൽ നടക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ചെയ്യുന്നവർ നല്ല രീതിയിൽ ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഇങ്ങനെ ഒരു ട്രയൽ ബാലൻസ് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ മാർക്ക് ചെയ്യുക, ഏത് അക്കൗണ്ടിലാണ് വരുന്നത് എന്നുള്ളത്. പെൻസിലും ഉണ്ട്. അപ്പോൾ എനിക്കിത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പിടി കിട്ടി. ഏതിലാ ക്യാപിറ്റൽ വരുന്നത്? ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഞാൻ ബി എന്ന് എഴുതി. ബി ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലാണ് വരിക? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നല്ല എഴുതുക. അപ്പോൾ ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ വരിക. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, കാരിയേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ട്, കാരിയേജ് ഇൻവേർഡ്. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ്. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട്. റെൻ്റ് ആൻഡ് റേറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ്. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ്. ഓർമ്മയുണ്ടോ? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസ് വരിക. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. കാരണം എന്താണ്? ഇൻകം ആണ്. എവിടെയാണ് വരിക? ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ പി സി എന്ന് എഴുതിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതിന് പി സി എന്ന് എഴുതി, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. സൺട്രി എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വന്നു. ബിൽസ് റിസീവബിൾ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ വന്നു. ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ അസറ്റാണ്. ലാൻഡ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ വന്നു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അത് എവിടെയാണ് വരിക? അതൊരു ലയബിലിറ്റിയാണ്. എവിടെയാണ് വരിക? ലയബിലിറ്റി ആയതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്ന എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ബി എൽ എന്ന് എഴുതി. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് വരിക. അപ്പോൾ നമ്മളതിനെ തരംതിരിച്ചു. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാം. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഓർമ്മയുണ്ടായിരിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ആദ്യത്തെ ഐറ്റം ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ ഇവിടുന്ന് എടുത്തെഴുതി. ഇവിടെ എവിടെയോ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? ഇവിടെ നമ്മൾ എടുത്തെഴുതി ഓപ്പണിംഗ് സ്റ്റോക്ക് 3000. നമുക്ക് അടുത്ത അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പർച്ചേസ് ലെസ് റിട്ടേൺസ്, അതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, പർച്ചേസ് ഉണ്ടോ? ഉണ്ട്. റിട്ടേൺസ് ഉണ്ടോ? റിട്ടേൺസ് എവിടെയും തന്നിട്ടില്ല. അപ്പോൾ പർച്ചേസ് എടുത്ത് എഴുതി നമ്മൾ. പർച്ചേസ് മാത്രമേ ഉള്ളൂ. പർച്ചേസ് 28,000. പിന്നെ നമുക്കറിയാം, ഇവിടെ നോക്കുക, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസ് ആയതുകൊണ്ട് കാരിയേജ് ഇൻവേർഡ്. കാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ്. നമുക്കത് അറിയുന്ന കാര്യമാണ്. 1000 കാരിയേജ് ഇൻവേർഡ്. ഓർമ്മയുണ്ടാകണേ ഓരോ ഐറ്റവും. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. അതങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പർച്ചേസ് വന്നു. അതുപോലെ തന്നെ ഇനി സെയിൽസ് ചെയ്താനുണ്ട് അല്ലേ? ഡെബിറ്റ് സൈഡ് ഓൾമോസ്റ്റ് ആയി എന്നായിരിക്കുക. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സെയിൽസ് റിട്ടേൺസ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് ഉണ്ടോ? ക്രെഡിറ്റ് സൈഡിലായിട്ടുണ്ടോ? 33,000 സെയിൽസ് എഴുതി. സെയിൽസ് റിട്ടേൺസ് ഇല്ല. ഇനി അടുത്ത ഒരു ഐറ്റം എഴുതാനുണ്ട്. നമുക്കറിയാം ഏതാ? രണ്ട് ഐറ്റം ഉള്ളൂ ഇവിടെ. സെയിൽസ് ലെസ് റിട്ടേൺസ് ഒരു ഐറ്റവും. അടുത്ത ഐറ്റം ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ആ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടുന്ന് എടുക്കുക നോക്കി. എവിടുന്ന് എടുക്കുക? ഇവിടെ ഉണ്ടാവും അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുക. 15,000 എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഐറ്റം രണ്ട് സ്ഥലത്ത് ഉണ്ടാവും. ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത്
ഇതെടുക്കാൻ മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റമായി നമുക്കിനി ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. 48,000 ഈ സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 48,000 വലിയ എമൗണ്ട് ഇതാണ്. ഈ സൈഡിൽ അത്രയില്ല. എത്രയേ ഉള്ളൂ? 32,000 ഉള്ളൂ ഇവിടെ. 32,000. അപ്പോൾ ഈ സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 28, 30, 32,000 ഉള്ളൂ. ഈ സൈഡിൽ ടോട്ടൽ ചെയ്തപ്പോൾ 48,000. അപ്പോൾ എന്ത് ചെയ്തു? വലിയ എമൗണ്ട് 48 രണ്ട് സൈഡിൽ ഞാൻ എഴുതി. എന്നിട്ട് കുറഞ്ഞ സ്ഥലത്ത് ബാലൻസ് ചെയ്തു. ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് carried on. ഗ്രോസ് പ്രോഫിറ്റ് carried on എത്രയാ? 48,000 നിന്ന് ഈ സൈഡിൻ്റെ ടോട്ടലായ 28, 32,000 കുറച്ച് നോക്കാം. 32,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വന്നു? 16,000. മനസ്സിലായില്ലേ? 32,000 48,000 32 പോയി 16,000. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 16,000. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നീങ്ങുവാണ്. അപ്പോൾ ആദ്യം carried on ചെയ്യുന്ന ബ്രോഡ് ഓൺ ചെയ്തു. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എത്രയാ? 16,000. ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലേ? carried on ഇവിടെയാണ്, ബ്രോഡ് ഓൺ ഇവിടെ മുതൽ. ഇനി ഈ ടോട്ടൽ വരെയുള്ള കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അതിൻ്റെ താഴേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ഏതൊക്കെയാണ് നോക്കുക. സാലറി 2,500, സാലറി 2,500 എടുത്തു. പിന്നെ ഏതാ ഉള്ളത്? റെൻ്റ് ആൻഡ് റേറ്റ്സ് 3,000. റെൻ്റ് ആൻഡ് റേറ്റ്സ് ഫുൾ എഴുതുന്നില്ല, 3,000. പിന്നെ ഉള്ളതാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത് സൺട്രി എക്സ്പെൻസ്. സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആണല്ലേ, 1,500. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എക്സ്പെൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? സാലറി, റെൻറ്റ്, സൺട്രി എക്സ്പെൻസ് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടോ? കാരിയേജ് ഔട്ട്വേർഡ് ഉണ്ടോ? അതൊന്നുമില്ല അല്ലേ? അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടോ? ഇതൊന്നും കാണാനില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡായി. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് നമുക്ക് നീങ്ങാം. ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ആണ്. എന്താ ഉള്ളത്? ക്രെഡിറ്റ് സൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കണം. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് ആയിരിക്കും അധികം വരിക. എല്ലാം വരില്ല. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം കാണുന്നുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് മനസ്സിലായില്ലേ? ക്രെഡിറ്റ് സൈഡിൽ 3,000 ആകെ ഒരു സാധനമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഐറ്റമേ ഉള്ളൂ അല്ലേ? കമ്മീഷൻ റിസീവ്ഡ് ഉണ്ടെങ്കിലും അതിൻ്റെ എമൗണ്ട് ഇവിടെയാണ് വരും കേട്ടോ. റെൻറ്റ് റിസീവ്ഡ് ഉണ്ടെങ്കിലും എമൗണ്ട് ഈ ക്രെഡിറ്റ് സൈഡിലാണ് വരുമോ ട്രയൽ ബാലൻസിൻ്റെ. മനസ്സിലായോ? നമ്മൾ ട്രയൽ ബാലൻസിന് പറയാൻ പറ്റില്ല, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പോൾ രണ്ട് ഐറ്റം ഇവിടെ കാണുന്നുള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓണും ഇൻട്രസ്റ്റ് റിസീവ്ഡും. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ നോക്കി? ഒന്നുമില്ല അല്ലേ? ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബാലൻസ് ഷീറ്റിലൊക്കെ വരുന്നതാണ്. നമ്മൾ PC എഴുതി, P സൺട്രി എക്സ്പെൻസ് ഇവിടെ നോക്കിയാൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ട്. ഇനി ഇതിന് ബാലൻസ് ചെയ്ത് നമുക്ക് നോക്കാം. എന്താ നോക്കേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് ആണോ നെറ്റ് പ്രോഫിറ്റ് ആണോ? എത്ര വന്നു? 16, 3, 19. 19,000 എഴുതരുത്, 19,000 അല്ലേ? ഇവിടെയോ 3, 2, 5,500, 6,500. ഡെബിറ്റ് സൈഡിൽ 3,000, 5,500, 7,000 അല്ലേ? 3,000, 2, 5,500, 5,500, 500, 6, 7,000 വന്നു. ഡെബിറ്റ് സൈഡിൽ 7,000, ക്രെഡിറ്റ് സൈഡിൽ 19,000. വലിയ എമൗണ്ട് ഏതാ? 19 എഴുതി. 19,000. 19 7 പോയാൽ എത്രയാണെന്ന് നോക്കുക. എത്രയാ? 12,000 അല്ലേ? 12 7 അല്ലേ 19. അപ്പോൾ ആ 12,000 നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് എഴുതുക. ഇവിടെ ആകെ 7,000 ഉള്ളൂ. 3, 2, 5, 500, 500, 600 7,000 ഉള്ളൂ. ഇവിടെ 19,000 ഉണ്ട് അല്ലേ? 12,000. 19,000 നിന്ന് ഈ സൈഡിൽ 7,000 കുറച്ചപ്പോൾ 12,000. നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഈ സൈഡിലാകുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതുക, അപ്പുറത്താണെങ്കിൽ നെറ്റ് ലോസ്. അപ്പോൾ നമ്മുടെ എന്തായി? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടായി. ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നമ്മൾ 16,000 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് 12,000 നെറ്റ് പ്രോഫിറ്റും കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ ഫൈനൽ അക്കൗണ്ട് പൂർത്തിയായോ? ഇല്ല. ഇനി എന്തും കൂടി വരയ്ക്കണം? ബാലൻസ് ഷീറ്റും കൂടി വരയ്ക്കണം. ഇപ്പോൾ ഞാൻ വായിക്കാൻ പോവാണ്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണ്. എന്നാലേ നമ്മുടെ ഫൈനൽ അക്കൗണ്ട് പൂർത്തിയാവും.
ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഈ സൈഡ് അസറ്റ് അല്ലേ, ഈ സൈഡ് ലയബിലിറ്റീസ് എന്ന് എഴുതുക. പക്ഷേ ഏതൊക്കെ ഉണ്ടാവും? ലയബിലിറ്റീസും ക്യാപിറ്റലും ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് അസറ്റ് ഇവിടെ എമൗണ്ട് എഴുതുന്നുണ്ട് അല്ലേ, ഇവിടെ അങ്ങനെ തന്നെ എമൗണ്ട് എഴുതുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വരയ്ക്കണേ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് എഴുതാൻ പോവാണ്. ആദ്യം അസറ്റ് സൈഡ് ഫില്ല് ചെയ്യാം. നമുക്ക് കറണ്ട് അസറ്റുകൾ എഴുതി പിന്നീടാണ് ഫിക്സഡ് അസറ്റ് വരിക. ഏതാ അസറ്റ്? നമ്മളിവിടെ ബാലൻസ് ഷീറ്റിന് എഴുതിയ ഐറ്റം ഏതാ? ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് 500. ബിൽസ് റിസീവബിൾ BR എന്ന് ഞാൻ എഴുതി. ബിൽസ് റിസീവബിൾ 10,500. സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് എത്രയാ? 7,000. പിന്നെയോ ലാൻഡ്. ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് അസറ്റാണ്. പക്ഷെ അത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഒരു സാധനം കൂടി എഴുതാനുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുള്ളൂ, ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ളൂ. ഒരു സ്ഥലത്തും കൂടി വരാനുണ്ട്. അതെവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയിട്ടേ ഫിക്സഡ് അസറ്റ് എഴുതാൻ പാടുള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുക? ലാൻഡ്. ക്ലോസിംഗ് കറണ്ട് അസറ്റുകൾ കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം മാത്രമേ ഫിക്സഡ് അസറ്റിലേക്ക് വരാൻ പാടുള്ളൂ. ലാൻഡ് 12,000. ഇനി എന്താ ഉള്ളത്? അസറ്റ് സൈഡിലുള്ള ഐറ്റം എല്ലാം ആയി അല്ലേ. ബി നമ്മൾ എഴുതി വെച്ചതൊക്കെ എടുത്തില്ലേ? എടുത്തു. ഇനി എന്ത് വേണം? ലയബിലിറ്റി സൈഡിൽ ഏതാ ഐറ്റം ഉള്ളത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓടി. ക്രെഡിറ്റേഴ്സ് ഉണ്ടോ? അതില്ല. ബാങ്ക് ഓടി. ബാങ്ക് ഓടി എന്നല്ല, ഓവർ ഡ്രാഫ്റ്റ് 4,000. ക്ലിയർ? ഇനി ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വരണം, ലോൺ ഉണ്ടെങ്കിൽ വരണം. അതൊന്നും ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ല. ഇല്ലല്ലോ, നമ്മൾ ടിക്ക് ചെയ്തതില്ലല്ലോ. ഇല്ല. പിന്നെന്താ വേണ്ടത്? ക്യാപിറ്റൽ. ഒന്നാമത്തെ ഐറ്റം നമ്മൾ എഴുതാനുണ്ട് അല്ലേ. ഇതെല്ലാം എഴുതിയതിന് ശേഷമാണ് ക്യാപിറ്റൽ എഴുതേണ്ടത്. ക്യാപിറ്റൽ എത്രയാ? 29,000. ആഡ് നെറ്റ് പ്രോഫിറ്റ്. ഒരു നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നു. എത്രയായിരുന്നു നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തിയിരുന്നത്? 16,000 അല്ലേ? 16 എൻ്റെ ഓർമ്മ 16 അല്ലേ? 16. ഞാനിവിടെ എഴുതി വെച്ചിട്ടില്ല. അല്ല, 12,000 അല്ലേ? 19 7 12,000. നെറ്റ് പ്രോഫിറ്റ് 12,000. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് 41,000. ക്ലിയർ ആയോ? 41. 29,000. നെറ്റ് പ്രോഫിറ്റ് 12,000 അല്ലേ നമുക്ക് കിട്ടിയത്? ഒരു സൈഡിൽ 19, ഇപ്പുറത്ത് 7 അല്ലേ കിട്ടിയത്? 19 7 പോയി കഴിഞ്ഞാൽ 12,000. ആ 12,000 നിങ്ങളുടെ നോട്ടിലുണ്ടാകും. ഞാൻ വായിച്ചുകൊണ്ടാണ് വിട്ടുപോയത്. അപ്പോൾ അതിന് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് വന്നാൽ ബാലൻസ് ഷീറ്റ് ശരിയാണ്. ഈക്വൽ അല്ലെങ്കിലോ ബാലൻസ് ഷീറ്റ് തെറ്റാണ്. അതാണ് അതിനർത്ഥം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ രണ്ട് സ്ഥലത്തും വന്നു. എല്ലാം ക്ലിയർ ആയി അല്ലേ? ഇനി കൂട്ടി നോക്കാം. 41 4 45,000. ഇവിടെ 45,000. ഇവിടെ അത് തന്നെ കിട്ടണം. ഇല്ല, തെറ്റാണ്. 15 10 25 2 27 7 34 10 44 44 45. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആയിട്ട് കിട്ടി. മനസ്സിലായില്ലേ? 15,000 12,000 15 10 25 2 27,000 27 7 34 34,000 10,000 44,000 44,500 44,500 പ്ലസ് ദിസ് 500 44,500 500 45. രണ്ട് സൈഡ് ഈക്വലായി. അങ്ങനെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട് ശരിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും രണ്ട് സൈഡ് ഈക്വലായിട്ട് കിട്ടും. ക്ലിയർ ആയോ? ഇതാണ് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ വരിക, ഈ മോഡൽ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഒരെണ്ണേ ആയിട്ടില്ല. ഇതുപോലത്തെ 4-5 കൂടി പഠിച്ചാലേ നമുക്ക് ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഒരു 5 കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഇതെന്ത് ചെയ്യുക? എല്ലാവരും ഞാൻ ഈ പ്രോബ്ലം തരും. അത് നിങ്ങളുടെ നോട്ടിൽ ആദ്യം വീഡിയോ കാണുക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഞാൻ അയച്ചു തരും വേറെ ഇതേ പ്രോബ്ലം തന്നെ. അതൊന്ന് എടുത്ത് എഴുതി വെക്കുക. വീഡിയോ നോക്കാതെ എഴുതി വെക്കുക, ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊക്കെ കേട്ടോ. ഇപ്പോൾ ട്രയൽ ബാലൻസ് ഓർമ്മയില്ല പഴയത്, അതൊന്നും കൂടി നോക്കുക കേട്ടോ. ട്രയൽ ബാലൻസ് തന്നിട്ടായിരിക്കും ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ തരിക. ഓക്കെ. ഇനി എല്ലാ ദിവസവും ഞാൻ ഈ ഓരോ ദിവസവും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് വീതം തരും. അപ്പം നമുക്കൊരു 5 ദിവസം കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റും. പിന്നെ ഒരു 2 ദിവസം കൂടി ബാക്കിയായതൊക്കെ തീർക്കാൻ പറ്റും. പിന്നീട് നമ്മൾ റിവിഷനിലേക്കാണ് വരിക. അതുകൊണ്ട് ഡെയിലി ഇനി ഞാൻ തരുന്നത് കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരിക. ഒരു 45-50 കുട്ടികളോളം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എങ്കിലും ക്ലിയർ ആയിട്ട് അയച്ചു തരിക. ബാക്കിയുള്ളവരെ ഇപ്പം നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ, പറയാനേ പറ്റൂ.
അവനവൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യട്ടെ.